ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു. എന്താ പറഞ്ഞാൽ ഈ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ടായിട്ട് നമ്മളെ ബോഡിക്ക് വരുന്ന ചേഞ്ചസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഡെലിവറിക്ക് ശേഷം നമ്മളെ ശരീരത്തിന് വരുന്ന ഒരു 7 ചേഞ്ചസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഡെലിവറി കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിനും നമ്മളെ മനസ്സിനും ഒരുപാട് മാറ്റങ്ങൾ വരും. പക്ഷേ ഇതിനെക്കുറിച്ചിട്ടൊന്നും ആരും അങ്ങനെ തുറന്ന് സംസാരിക്കലില്ല. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡെലിവറിക്ക് ശേഷം ചില അമ്മമാർക്ക് ഉണ്ടാകുന്ന ഒരു സാധാരണ ചേഞ്ചസിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഡോക്ടറെ കാണിക്കണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് യൂറിൻ ലീക്ക് ആവുക. നമ്മൾ തുമ്മുമ്പോൾ, നമ്മൾ ചിരിക്കുമ്പോൾ, ഒന്ന് സ്പീഡിൽ നടക്കുമ്പോൾ എല്ലാം അറിയാണ്ട് കുറച്ച് യൂറിൻ ഇങ്ങനെ ലീക്കായി പോകും. ഇത് പല അമ്മമാർക്കും ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു കോമൺ പ്രോബ്ലം ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻസിയും ഡെലിവറിയും നമ്മളെ പെൽവിക് ഫ്ലോറിന്റെ മസിൽസിനെ ദുർബലമാക്കും. അപ്പോൾ ഇത് മാസങ്ങളോളം ഇങ്ങനെ തുടരുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസോ ഇറിറ്റേഷനോ ഉണ്ടാവുകയോ ചെയ്താൽ ഡോക്ടറെ കാണിക്കണം. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വെജൈനൽ ചേഞ്ച് ആണ്. അതായത് നമ്മളെ യോനി ഭാഗത്ത് വേദനയോ ഇറിറ്റേഷനോ ഡ്രൈനെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. അല്ലെങ്കിൽ പഴയതിന്ന് മാറിയ പോലെ തോന്നാം. ഇത് നമ്മളെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ ഈ പ്രഗ്നൻസി ഡെലിവറി എല്ലാം ആകുമ്പോൾ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ആ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് സാധാരണയായിട്ട് വരുന്നതാണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറും. മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ. ഡെലിവറി കഴിഞ്ഞാൽ പലർക്കും മലബന്ധം ഉണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് വെള്ളം കുടിക്കുക, ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കുക, ഇങ്ങനെയെല്ലാം ചെയ്താൽ ഈ പ്രശ്നത്തിന് ഒരു ഹെൽപ്പ് ആവും. സ്റ്റൊമക്ക് അപ്സെറ്റ് ആണ്. സ്റ്റൊമക്ക് അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് വരാം, അസിഡിറ്റി വരാം. ഇത് നമ്മളെ ഭക്ഷണ രീതി മാറുന്നതുകൊണ്ടും കുറേ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇതും കുറച്ച് കഴിഞ്ഞാൽ മാറും. അഞ്ചാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഹെയർ ഫാൾ. ഇത് ഡെലിവറി കഴിഞ്ഞിട്ടാകുമ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്നാണ് ഹെയർ ഫാൾ. ഇതിനെ പോസ്റ്റ് പാർട്ടം ഹെയർ ഫാൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 6 മാസം മുതൽ 12 മാസം വരെയാണ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഹെയർ ഫാൾ നോർമൽ ആവും. ആറാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ മൂഡ് ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കരയുക, കാരണമില്ലാണ്ട് കരയുക, പിന്നെ ദേഷ്യം വരിക, ഇതെല്ലാം നമ്മളെ ഹോർമോൺ ചേഞ്ച് ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് തോന്നുന്നത്. പിന്നെ കുട്ടിയോട് അടുക്കാൻ പറ്റാത്ത സിറ്റുവേഷന്, കുട്ടീനെ നോക്കാൻ പറ്റാത്ത സിറ്റുവേഷന്, ഇങ്ങനെയെല്ലാം തുടർച്ചയായിട്ട് നമ്മളെ മൈൻഡിൽ നിന്ന് പോകാൻ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ അലട്ടുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കാം. പിന്നെ ഏഴാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടയർഡ്നെസ്. ഈ ഉറക്കക്കുറവ്, ബ്രസ്റ്റ് ഫീഡിങ് ഇതെല്ലാം ചെയ്യുമ്പോൾ നോർമലി നമ്മളെ ബോഡി ഭയങ്കര വീക്ക് ആവും. അതുകൊണ്ട് കഴിയുന്നത്ര റെസ്റ്റ് എടുക്കാൻ നോക്കുക, നല്ല ഫുഡ് കഴിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഓക്കെ ആവും. പിന്നെ ഇതൊക്കെയാണ് നോർമലി സാധാരണയായിട്ട് കാണുന്ന ചേഞ്ചസ്. പിന്നെ ഓരോ അമ്മമാരുടെ റിക്കവറി എന്ന് പറഞ്ഞാലും വ്യത്യസ്തമാണ്. അപ്പോൾ ഒരാളെ റിക്കവറി നിന്റെ റിക്കവറി ഇങ്ങനെയല്ലല്ലോ, എൻ്റെ റിക്കവറി ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരു എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ എന്തെങ്കിലും ഡൗട്ട് പ്രഗ്നൻസിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡെലിവറിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എന്നെ കൊണ്ടാവുന്നത് പോലെ എൻ്റെ ഒരു വിവരം വെച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഗ്നൻസി, മദർഹുഡ്, വുമൺ എംപവറിങ്, അതേപോലെ റിലേഷൻഷിപ്പ് അഡ്വൈസ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.